കേന്ദ്ര ബജറ്റ് നിരാശാജനകമെന്ന് അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജോർജ് കുര്യനും സുരേഷ് ഗോപിയും രാജിവെച്ച് കടലാമ നിരീക്ഷണത്തിന് പോകുന്നതാണ് നല്ലത്. ബജറ്റിൽ കേന്ദ്രം കേരളത്തോട് കൊടിയ അവഗണനയാണ് കാട്ടിയത്. കേരളത്തിന്റെ ദീർഘകാലമായ ആവശ്യങ്ങളൊന്നും ഇക്കുറിയും പ്രഖ്യാപിച്ചിട്ടില്ല. ബജറ്റിലെ അവഗണന സംബന്ധിച്ച് സംസ്ഥാന BJP നിലപാട് വ്യക്തമാക്കണമെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. രാജ്യത്ത് 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചപ്പോഴും സംസ്ഥാനത്തെ അവഗണിച്ചു. ഒരു സംസ്ഥാനത്തെ മുഴുവൻ നാണം കെടുത്തുന്ന പ്രവൃത്തിയാണിത്. ഇതുകൊണ്ടൊന്നും കേരളം തളരില്ല. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പി സന്തോഷ് കുമാർ MP കൂട്ടിച്ചേർത്തു. അങ്ങേയറ്റം നിരാശാജനകമായ ഒരു ബജറ്റ് പ്രഖ്യാപനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഇത്തവണ കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നതുകൊണ്ട് അത് പരിഗണിച്ചെങ്കിലും ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെ കാലമായുള്ള അവഗണനയുടെ രാഷ്ട്രീയ ആവർത്തി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു സംസ്ഥാനത്തെയും അതിന്റെ ജനങ്ങളെയും ഇങ്ങനെ അപമാനിച്ച ഒരു ബജറ്റ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. സത്യത്തില് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഈ പരിപാടി നിർത്തി വല്ല കടലാമ നിരീക്ഷണത്തിനും പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളം വളരെ കൃത്യമായൊരു പാക്കേജ് സമർപ്പിച്ചു. ഉറപ്പായിട്ടും അനുവദിക്കാൻ കഴിയുന്ന ചില ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇപ്പൊ ഏറ്റവും അവസാനം പ്രീ ബജറ്റ് ഡിസ്കഷന്റെ സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി മുന്നോട്ട് വെച്ച കുറെ കാര്യങ്ങൾ ലോങ് പെൻഡിംഗ് ഡിമാൻഡ്സ് ആണ്. ഇപ്പൊ എയിംസ് എവിടെയാണ് ഇല്ലാത്തത്? അത് തരാവുന്ന പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉറപ്പ് നൽകിയതാണ് പലതവണ. അതില്ല. ഇന്ന് തുടങ്ങി ഇപ്പോൾ അതിവേഗ റെയിലിന്റെ കാര്യമോ രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം ഇടയിലൊരു യോജിപ്പുണ്ടായല്ലോ. കോൺഗ്രസിനകത്ത് രണ്ടഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ ആ കാര്യത്തിനകത്തൊരു യോജിപ്പ് വന്നല്ലോ. അതും തരുന്ന സ്ഥിതിയുണ്ടായില്ല. എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയതെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ അപമാനമാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. എന്റെ ഒരു മിനിമം ആവശ്യം എന്ന് പറയുന്നത് ഇപ്പൊ കേരളം അതുകൊണ്ടൊന്നും തളരാൻ പോകുന്ന ഒരു സംസ്ഥാനമല്ല. നമ്മൾ തനത് വരുമാനം വർദ്ധിപ്പിച്ചും സ്വന്തം പരിപാടികൾ ആവിഷ്കരിച്ചും ഏതറ്റം വരെയും പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ തീരുമാനിച്ച ഒരു ഗവൺമെന്റാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റ് തന്നെ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഒരു പ്രഖ്യാപനമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോഴും അങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നയം വ്യക്തമായി കഴിഞ്ഞു. കേരളം തളരാൻ പോകുന്നില്ല, തകരാൻ പോകുന്നില്ല. ഈ വൻ തട്ടിപ്പിനെതിരെയുള്ള വലിയ പ്രതിഷേധം ഉണ്ടാവണം. മിനിമം ഈ 2 കേന്ദ്രമന്ത്രിമാർ രാജിവെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നിരീക്ഷണത്തിന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെങ്കിൽ ഈ ശ്രീധരൻ എങ്ങനെയാണ് അങ്ങനെ കേരളത്തിലാകെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടാവുന്നത്? ഒരു കാര്യം എനിക്ക് അഭിസംബന്ധിച്ചിട്ട് ഈ ശ്രീധരൻ നടത്തുന്ന പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപ് മത്സരിക്കുന്നതിന് മുമ്പ് പാലക്കാട് ഓഫീസ് തുടങ്ങിയ ആളാണ്. അപ്പോ ആധുനിക സൗകര്യങ്ങളുടെ ഓഫീസ് തുടങ്ങിയ ആളാണ്. ഭാവനയുടെ കൊടുമുടിയിൽ കയറിയിട്ടായിരിക്കാം നമ്മളെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ശ്രീധരന്റെ പ്രഖ്യാപനങ്ങളെക്കാളൊക്കെ ഉപരിയായി കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രിയുടെ ബജറ്റ് സ്പീച്ചും അത് സംബന്ധിച്ച വിശദാംശങ്ങളുമാണ്. അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഈ സമയം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. മറ്റു കാര്യങ്ങൾ അദ്ദേഹം വിശദാക്കേണ്ടതാണ്. പക്ഷെ എന്തായാലും കേരളം അതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. കേരളം അതിന്റെ തനത് വരുമാനം ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കും. പക്ഷെ ഇതൊരു വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ നാണം കെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ സമർപ്പിച്ചു, എത്ര തവണ സംസാരിച്ചു. ഈ കേരളത്തിന്റെ ഇടപെടലിനെല്ലാം അവർ തൃണവൽക്കരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ BJP നേതൃത്വത്തിനൊന്നും പറഞ്ഞാൽ ഈ കേരളം തകർന്നാലാണ് അവർക്ക് മെച്ചമെന്ന് വിചാരിക്കുന്ന ഒരു നേതൃത്വമാണ് കേരളത്തിലുള്ളത്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? എന്തായിരുന്നാലും ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധമാണ്. ഈ ബജറ്റിനെതിരെയുള്ള വലിയ പ്രതിഷേധം കേരളത്തിലാകെ അലയടിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 04985 242140. മൊബൈൽ 6238 064141.